ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സൈലത്തിൻ്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ക്ലാസ് എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ടോപ്പിക് എഴുതി വെച്ചിട്ടുണ്ട്, റിട്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിൽ പരാമർശിക്കുന്ന റിട്ടവകാശങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് റിട്ടവകാശം? ഏതൊരു രാജ്യത്തു നിന്നാണ് നമ്മളത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തിലെ പല ഭരണഘടനയിൽ നിന്നും കുറേ മൂല്യങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഡോക്ടർ BR അംബേദ്കർ തന്നെ സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ റിട്ടുകൾ എവിടെ നിന്നാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്, എന്താണ് ഈ പറയുന്ന റിട്ടുകൾ, എത്ര തരം റിട്ടുകളുണ്ട്, അങ്ങനെ ഒരു സർഫസ് ലെവലിലുള്ള പഠിത്തം നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. ആ ഒരു സർഫസ് ലെവലിലുള്ള പഠിത്തം മാത്രമല്ല ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടെ ആഴത്തിൽ നമ്മൾ റിട്ടുകളെ പറ്റി പഠിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SSC RRB പരീക്ഷകളിൽ GK കുറച്ചുകൂടെ സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആകുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ആഴത്തിൽ നമുക്ക് ഇവരെ പറ്റി പഠിക്കണം. അപ്പോൾ റിട്ടിന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ അതുപോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണ സഹിതം ഞാൻ തരുന്നുണ്ട്. പിന്നെ SSC ആകട്ടെ, RRB ആകട്ടെ, PSC ആകട്ടെ, അല്ലെങ്കിൽ UPSC പരീക്ഷകളാകട്ടെ, നമുക്ക് റിട്ടിനെ പറ്റി, റിട്ട് ജുറിസ്ഡിക്ഷനെ പറ്റി ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് തെറ്റില്ല എന്നൊരു ഉറപ്പ് ഞാൻ തരാം. ഓക്കെ, ആ ഒരു അഷ്യൂറൻസ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തരാം. യെസ്, നമുക്കപ്പോൾ ആദ്യം റിട്ടുകൾ എന്താണ് എന്ന് പഠിക്കാം. റിട്ടുകൾ എന്താണെന്ന് പഠിക്കുന്നതിന് തൊട്ടു മുൻപ് ഈ ഇരിക്കുന്ന വ്യക്തി നമുക്കറിയാം, സാക്ഷാൽ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്ത, ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരുന്ന, ഫാദർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയോട് ചോദിച്ചു, നമുക്കറിയാം 1950 ജാനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഭരണഘടനയിൽ 395 ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇഫ് I was asked to name any particular article in this constitution as the most important. ഈ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, an article without which this constitution would be a nullity. ഈ ആർട്ടിക്കിൾ ഇല്ലെങ്കിൽ ഈ ഭരണഘടന ഒന്നുമല്ല. അങ്ങനെ ഒരു ആർട്ടിക്കിൾ ഏതാണ് അങ്ങനെ നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, I could not refer to any other article except this one. ഏതാ? ആർട്ടിക്കിൾ 32. അതായത് അദ്ദേഹം പറഞ്ഞു, ഈ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 32. ഇറ്റ് ഈസ് ദ വെരി സോൾ ആൻഡ് ഹാർട്ട് ഓഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടനയുടെ ജീവാത്മാവ്, പരമാത്മാവ് എല്ലാം എന്താണ്? ആർട്ടിക്കിൾ 32 ആണ്. ഈ ആർട്ടിക്കിൾ 32 സുപ്രീം കോടതിയുടെ റിട്ട് അധികാരത്തിനെ പറ്റി പരാമർശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 32 ഇന്ത്യൻ ഭരണഘടനയുടെ ഹാർട്ട് ആൻഡ് സോൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ഡോക്ടർ BR അംബേദ്കർ ആണ്. യാതൊരു സംശയം വേണ്ട. ക്ലിയർ? നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. 25 പാർട്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാർട്ട് 3 എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് 12 to 35 ആണ്. 12 മുതൽ 35 വരെ. ഈ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾസിനെയാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതിലെ ഒരു അവകാശമാണ്, നോട്ട് ചെയ്യുക, എന്താണ്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അതായത് പാർട്ട് 3 പറഞ്ഞിരിക്കുന്ന, നിങ്ങൾക്ക് തന്നിരിക്കുന്ന മൗലിക അവകാശങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതായത് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്ട്ലി സുപ്രീം കോടതിയെ സമീപിക്കാമെന്നും, മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാനായി സുപ്രീം കോടതിക്ക് റിട്ടുകൾ ഇഷ്യൂ ചെയ്യാമെന്നും പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. അപ്പം ശ്രദ്ധിച്ചു നോക്കി, ആർട്ടിക്കിൾ 32 പറയുന്നത് സുപ്രീം കോടതിയുടെ റിട്ടവകാശത്തിനെ പറ്റി. എത്ര റിട്ടുകളെ പറ്റിയാണ് പറയുന്നത്? 1 ഹേബിയസ് കോപ്പസ്, 2 മാൻഡമസ്, 3 പ്രൊഹിബിഷൻ, 4 ക്വോ വാറണ്ടോ, 5 സെർഷ്യോററി. അതായത് 5, ശ്രദ്ധിക്കുക, 5 റിട്ടുകളെ പറ്റിയാണ് ആർട്ടിക്കിൾ 32 പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, ഇന്ത്യയിൽ റിട്ടുകൾ ഇഷ്യൂ ചെയ്യാനുള്ള അവകാശം സുപ്രീം കോടതിക്ക് മാത്രമേ ഉള്ളൂ. കാരണം ആർട്ടിക്കിൾ 32 സുപ്രീം കോടതിയെ പറ്റിയല്ലേ പറയുന്നുള്ളൂ. ആർട്ടിക്കിൾ 32 സുപ്രീം കോടതിയുടെ റിട്ടവകാശത്തിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ ഭരണഘടനയുടെ മറ്റൊരു ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 226 ഹൈക്കോടതിയുടെ റിട്ടവകാശത്തിനെ പറ്റിയാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ അവകാശ ലംഘനം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാം. നിങ്ങളുടെ നിയമപരമായിട്ടുള്ള അവകാശങ്ങളോ മൗലിക അവകാശങ്ങളോ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഹൈക്കോടതി സമീപിക്കാം. അവർക്കും എന്ത് ചെയ്യാം? റിട്ടുകൾ ഇഷ്യൂ ചെയ്യാം. ഏതൊക്കെ റിട്ടുകൾ അവർക്ക് ഇഷ്യൂ ചെയ്യാവുന്നേ? വായിച്ചേ. ഹേബിയസ് കോപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, ക്വോ വാറണ്ടോ ആൻഡ് സെർഷ്യോററി. അതായത് ആർട്ടിക്കിൾ 226 പറയുന്നത് 5 തരം റിട്ടുകളെ പറ്റിയാണ്. സോ മനസ്സിലാക്കുക, ഇന്ത്യൻ ഭരണഘടനയിൽ 5 തരം റിട്ടുകളെ പറ്റി പറയുന്നുണ്ട്. ഈ 5 റിട്ടുകളെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പഠിക്കും. ആർട്ടിക്കിൾ 32 ഡീൽസ് വിത്ത് ദ റിട്ട് ജുറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. ആർട്ടിക്കിൾ 226 ഡീൽസ് വിത്ത് ദ റിട്ട് ജുറിസ്ഡിക്ഷൻ ഓഫ് ഹൈ കോർട്ട്സ്.
ക്ലിയർ ആണോ? അപ്പോൾ നിലവിൽ ഇന്ത്യയിൽ റിട്ടുകൾ ഇഷ്യൂ ചെയ്യാൻ അതോറിറ്റി ഉള്ളത് ഡൽഹിയിൽ ഇരിക്കുന്ന സുപ്രീം കോടതിക്കും പിന്നെ ഇന്ത്യയിൽ നമുക്കറിയാം 25 ഹൈക്കോടതികളുണ്ട്. ഈ ഹൈക്കോടതികൾക്കും മാത്രമാണ് നിലവിൽ. അതിൽ എന്തെങ്കിലും മാറ്റം വരാൻ പറ്റുമോ? മാറ്റം വരുത്താൻ ആർക്കാ അധികാരം? നമുക്കത് പഠിക്കാം. ഓക്കെ, യെസ്. എന്താണ് കോടതികളുടെ റിട്ടവകാശം? എന്താണ് കോടതികളുടെ റിട്ടവകാശം? റിട്ട് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, കോടതി പുറപ്പെടുവിക്കുന്ന ഒരു കൽപ്പനയാണ്. അതായത് ഫോർ ദ ടൈം ബീങ് സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതികളോ പുറപ്പെടുവിക്കുന്ന ഒരു ഓർഡർ, കൽപ്പനയാണ് റിട്ടവകാശം, റിട്ട് അധികാരം എന്ന് പറയുന്നത്. എന്താണത്? ഒരു വ്യക്തിയോടോ ഒരു സ്ഥാപനത്തിനോടോ ഒരു പ്രവൃത്തി ചെയ്യാൻ പറയുന്നു. നിങ്ങളത് ചെയ്യുന്നില്ല, നിങ്ങളത് ചെയ്യുക. അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറയുന്നു. അപ്പോൾ റിട്ട് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയുന്നതാണ്, നിങ്ങൾ ചെയ്യേണ്ടുന്ന എന്നാൽ നിങ്ങൾ ചെയ്യാത്ത കാര്യം ചെയ്യാൻ പറയുന്നത് റിട്ടിന് കീഴിൽ വരാം. അല്ലെങ്കിൽ നിങ്ങളുടെ അധികാര പരിമിതിക്ക് പുറത്തു വരുന്നൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ചെയ്യരുത് എന്ന് പറയാം. അങ്ങനെയുള്ളൊരു ഉത്തരവാണ് റിട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 32 സെക്ഷൻ അല്ല കേട്ടോ, സെക്ഷൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. റിട്ട് യൂഷ്വലി ഇഷ്യൂ ചെയ്യുന്ന എപ്പോഴാണ്? ഒരു ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ, when the fundamental rights are violated, അപ്പോഴാണ് യൂഷ്വലി ചെയ്യുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് തന്നെ വയലേറ്റ് ചെയ്യപ്പെടണമെന്നില്ല, മറ്റുള്ള അവകാശങ്ങൾ. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളിൽ പറയുന്ന അവകാശങ്ങൾ മാത്രമല്ലേ? ഭരണഘടനയിൽ വേറെയും ആർട്ടിക്കിളുകളില്ലേ? റൈറ്റ് ടു വോട്ട് പറയുന്നില്ല, വോട്ടവകാശം. ഇല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള മറ്റുള്ള അവകാശങ്ങളില്ലേ, ലീഗൽ റൈറ്റ്സ്. ഇത് വയലേറ്റ് ചെയ്യപ്പെടുമ്പോഴും നമുക്കിത് ഇഷ്യൂ ചെയ്യാം. ആർക്ക് ഇഷ്യൂ ചെയ്യാം? എന്തൊക്കെയാ വ്യത്യാസം? ഇതെല്ലാം ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ എന്താണ് റിട്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. റിട്ടിനെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിളുകൾ നമ്മൾ പറഞ്ഞു. വീണ്ടും പറയുന്നു, ആർട്ടിക്കിൾസ് 32 and 226. ഒന്ന് സുപ്രീം കോടതി, ഒന്ന് ഹൈക്കോടതി. അപ്പോൾ ആദ്യത്തെ ഒരു സംശയം, ഈ റിട്ട് എന്ന് പറയുന്ന സാധനം ഇന്ത്യൻ ഭരണഘടനയിൽ മാത്രമുള്ളൂ, അതോ മറ്റുള്ള പല പല ഫീച്ചേഴ്സിനെ പോലെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലെ, DPSP പോലെ നമ്മൾ ഏതെങ്കിലും ഭരണഘടനയിൽ നിന്ന് കൊണ്ടുവന്നാണോ? നമുക്കറിയാം, നമ്മളെ കോളനിയാക്കി വച്ചിരുന്ന നാടാണ് യുണൈറ്റഡ് കിങ്ഡം. നമുക്കതിനെ ബ്രിട്ടൻ എന്ന് ഓർക്കാലോ. ബ്രിട്ടൻ, യെസ്, റിട്ട് ഇല്ലേ? അപ്പൊ മനസ്സിലാക്കുക, റിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രിട്ടൻ ഓർത്തിരിക്കാം. ശരിയാണ്, റിട്ട് എന്ന് പറയുമ്പോൾ ബ്രിട്ടൻ ഓർത്തിരിക്കാം. മനസ്സിലാക്കുക, ബ്രിട്ടീഷ് കോമൺ ലോ, ബ്രിട്ടനിൽ നിന്നും ഇംഗ്ലീഷ് കോമൺ ലോയിൽ നിന്നുമാണ് നമ്മൾ റിട്ട് എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത്. സോ വി അഡോപ്റ്റഡ് ദ കോൺസെപ്റ്റ് ഓഫ് റിട്ട് ജുറിസ്ഡിക്ഷൻ ഫ്രം ഇംഗ്ലീഷ് കോമൺ ലോ. അപ്പോൾ റിട്ട് എന്ന് പറയുമ്പോൾ ബ്രിട്ടൻ ഓർത്തിരിക്കാം, കാണാതെ പഠിക്കണ്ട. 2, അതോറിറ്റി ടു ഇഷ്യൂ റിട്സ്. ഇന്ത്യയിൽ നിലവിൽ 2 അതോറിറ്റിയാണുള്ളത്. 1 സുപ്രീം കോടതിയാണ്, 2 ഹൈക്കോടതിയാണ്. ഇതിലൊരു വ്യത്യാസമുണ്ട്. ആർട്ടിക്കിൾ 32 കീഴിൽ സുപ്രീം കോടതി ഒരു റിട്ട് ഇഷ്യൂ ചെയ്യണമെങ്കിൽ മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ലംഘിക്കപ്പെടണം. അപ്പോൾ ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് ഓൺലി ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ വയലേറ്റഡ്. ക്ലിയർ ആണോ? ആർട്ടിക്കിൾ 12-നും 35-നും ഇടയ്ക്ക് പറയുന്ന മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ മാത്രമേ ആർട്ടിക്കിൾ 32 ഉപയോഗിക്കാൻ സുപ്രീം കോടതിക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ ആർട്ടിക്കിൾ 226-ന് കീഴിൽ ഹൈക്കോടതികൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ലംഘിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അതർ ലീഗൽ റൈറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ റൈറ്റ് വോട്ട് എന്ന് പറയുന്ന സാധനം, അത് 12-നും 35-നും ഇടയ്ക്കല്ല വരുന്നത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഇന്ത്യൻ ഭരണഘടനയിൽ റൈറ്റ് വോട്ട് 18 വയസ്സ് പൂർത്തിയായ ഇലക്ടറൽ റോളിൽ പേരുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകുന്ന ഏത് ആർട്ടിക്കിൾ ആണെന്ന് പറയുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും അത് പാർട്ട് 3യുടെ പുറത്തേക്കാണ്. അത് കമന്റ് ആയിട്ടൊന്ന് പറയണം കേട്ടോ. അപ്പൊ അതൊരു ലീഗൽ റൈറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ആണ്. ആ അവകാശം ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ റിട്ട് ഉപയോഗിക്കാം. പക്ഷെ ആർക്കാ പറ്റുള്ളൂ? ഹൈക്കോടതിക്കേ പറ്റുള്ളൂ. സുപ്രീം കോടതിയിൽ റിട്ട് അവകാശം ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ലംഘിക്കപ്പെടണം. ലീഗൽ റൈറ്റ്സിന് ഹൈക്കോടതി റിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ലീഗൽ റൈറ്റ്സിനും ഫണ്ടമെന്റൽ റൈറ്റ്സിനും രണ്ടിന്റെയും വയലേഷന് ഹൈക്കോടതിക്ക് റിട്ട് ഉപയോഗിക്കാം. അപ്പൊ ആ ഒരു കേസിൽ ഹൈക്കോടതിയുടെ റിട്ട് അവകാശം കുറച്ച് വലുതാണ്. മനസ്സിലാവുന്നുണ്ടോ? യൂഷ്വലി നമ്മളത് തെറ്റിക്കും, സുപ്രീം കോടതിയാണ് വലുതെന്ന് വിചാരിക്കും. പക്ഷെ ഈ ഒരു കേസിൽ ഹൈക്കോടതിയുടെ ആ ഒരു അധികാര പരിമിതി എന്ന് പറയുന്നത് കുറച്ച് വലുതാണ്. റിട്ടിന്റെ ഡെഫിനിഷനിൽ കുറച്ചുകൂടെ ബ്രോഡർ ആണ് ആ കോൺസെപ്റ്റ്. ഓക്കെ, 1950 വരെ, 1950, അതായത് നമ്മൾ റിപ്പബ്ലിക് ആകുന്ന വരെ നമ്മുടെ നാട്ടില് ഹൈക്കോടതികൾ ഉണ്ടായിരുന്നില്ലേ? നമുക്കറിയാം 1935-ൽ ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ഡൽഹിയിൽ. ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഒരു ചോദ്യമാണ്.
പ്രീവിയസ് ഒരു ക്വസ്റ്റൻ ആണ്. ഉത്തരം അറിയാവുന്നവർ പറയുക. 935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമപ്രകാരം വന്ന ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓക്കെ. 2, 1861 നമുക്കറിയാം ഇന്ത്യൻ ഹൈക്കോർട്ട്സ് ആക്ട് പാസ്സാകുന്നത്. ഇന്ത്യൻ ഹൈക്കോടതി നിയമം. ഈ ഹൈക്കോർട്ട്സ് ആക്ട് പ്രകാരം ഇന്ത്യയിലെ ഹൈക്കോടതികൾ വരികയാണ്. അപ്പൊ നമ്മളോട് ഒരുപാട് നമ്മൾ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ദ ഓൾഡസ്റ്റ് ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഹൈക്കോർട്ട് എന്ന് പറയുന്നത് കൽക്കട്ടയിലാണ്, പിന്നീട് ബോംബെയിലാണ്, പിന്നീട് മദ്രാസിലാണ്. ഇത് 3 ബ്രിട്ടീഷ് പ്രസിഡൻസികളാണ്. നിങ്ങൾ നോക്കിയേ, ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂണിവേഴ്സിറ്റീസ് 1857 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഏറ്റവും പഴയ യൂണിവേഴ്സിറ്റികൾ എവിടെയാ? അതും കൽക്കട്ട, ബോംബെ, മദ്രാസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല സെഷൻ നോക്കി, അത് ബോംബെ, കൽക്കട്ട, മദ്രാസ് ആണ്. ഇത് 3 എന്താണ്? ഇത് 3 ബ്രിട്ടീഷ് പ്രസിഡൻസികളാണ്. അപ്പൊ കാണാതെ പഠിക്കരുത്. ഹൈക്കോടതികളാകട്ടെ, യൂണിവേഴ്സിറ്റികളാകട്ടെ, കോൺഗ്രസിന്റെ സെഷൻസ് ആകട്ടെ, അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാൻ പറ്റും. കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക എന്നുള്ളതാണ് GK പഠിക്കുന്നതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. മറ്റൊരു കണക്ഷൻ പോയിന്റ് പറയുകയാണ്. 1950 വരെ ഇന്ത്യയിൽ റിട്ട് അവകാശം ഉണ്ടായിരുന്ന 3 ഹൈക്കോടതികൾ. അപ്പോൾ മനസ്സിലാക്കുക, 1800-കളിൽ തന്നെ അല്ലെങ്കിൽ 1900-കളിൽ വേറെ ഒരുപാട് ഹൈക്കോടതികൾ വരുന്നുണ്ട്. ഓക്കെ, വേറെ ഒരുപാട് ഹൈക്കോടതികൾ വരുന്നുണ്ട്. എന്നാൽ 950 ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നവർ ഇന്ത്യയിൽ 3 ഹൈക്കോടതികൾക്ക് റിട്ട് അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അതാണ് കൽക്കട്ട, ബോംബെ, മദ്രാസ്. അപ്പോൾ ദാ കണക്ട് ചെയ്ത് ഓർത്തിരിക്കാനുള്ള മറ്റൊരു പോയിന്റാണ്. ആ പ്രസിഡൻസി ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ഹൈക്കോടതികൾക്ക് മാത്രമേ 950 വരെ റിട്ട് അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ക്ലിയർ. ഇനി ആർട്ടിക്കിൾ 32 നമ്മൾ ഓൾറെഡി കണ്ടല്ലോ. അത് പറയുന്ന മറ്റൊരു കാര്യം വായിച്ചു നോക്കണേ. 32 ക്ലോസ് 3 പറയുന്നുണ്ട്. പാർലമെന്റ് മേ ബൈ ലോ, പാർലമെന്റ് ഒരു നിയമം പാസാക്കി, എംപവർ എനി അതർ കോർട്ട് ടു എക്സസൈസ് ദിസ് ജൂറിസ്ഡിക്ഷൻ. അതായത് നിലവിൽ ആർട്ടിക്കിൾ 32 സുപ്രീം കോടതിക്ക് കൊടുത്തിട്ടുള്ള അവകാശം, ആർട്ടിക്കിൾ 226 ഹൈക്കോടതിക്ക് കൊടുത്തിട്ടുള്ള അവകാശം, അത് ജില്ലാ കോടതികൾക്കോ താഴെയുള്ള മറ്റു കോടതികൾക്ക്, ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പോലുള്ള കോടതികൾക്കോ ഒന്നുമില്ല. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ആർട്ടിക്കിൾ 32 പറയുന്നുണ്ട് നാളെ വേണമെങ്കിൽ പാർലമെന്റിന് ഒരു നിയമം പാസ്സാക്കാം. അപ്പോൾ മനസ്സിലാക്കുക, പ്രസിഡന്റ് അല്ല തീരുമാനമെടുക്കുന്നത്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ പ്രധാനമന്ത്രിയോ അല്ല തീരുമാനമെടുക്കുന്നത്, പാർലമെന്റ് ആണ്. പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി മറ്റുള്ള കോടതികൾക്ക്, സുപ്രീം കോടതിയും ഹൈക്കോടതിയും അല്ലാത്ത മറ്റുള്ള കോടതികൾക്ക് റിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അവകാശം വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ മനസ്സിലാക്കുക, ഇന്നേ വരെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. നാളെ വേണമെങ്കിൽ ചെയ്യാം. ആർക്കാണ്? പാർലമെന്റിനാണ്. ഏത് ആർട്ടിക്കിൾ അങ്ങനെ പറയുന്നത്? ആർട്ടിക്കിൾ 32 അതിന്റെ ക്ലോസ് 3 ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് നമ്മളോട് ഈ മൾട്ടി സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരുന്നത്. ഇനി നമുക്ക് ഓരോരോ റിട്ടുകളെ പറ്റി പഠിക്കാം. ഓരോരോ റിട്ടുകൾ. ഹേബിയസ് കോർപ്പസ്. അപ്പൊ ഞാൻ ഇതിൽ അങ്ങനെ വരച്ച് വൃത്തി കിടക്കുന്നില്ല. ഒരു റിട്ട് എന്താണ് അതിന്റെ മീനിങ്, എന്തൊക്കെയാണ് അതിനെപ്പറ്റി ചോദിക്കാൻ ചാൻസ് ഉള്ളത്, അതിന്റെ ഒരു ദൃശ്യാവിഷ്കാരം. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, ഇത് ഞാൻ വേറൊരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടതാണ്. ഓക്കെ, അതും പറയണമല്ലോ, ക്രെഡിറ്റ്സ് കൊടുക്കുകയാണ്. റെഡി? അപ്പൊ അങ്ങനെ നമുക്ക് 5 റിട്ടുകളെ പറ്റിയും പഠിക്കാം. നോട്ട് ചെയ്യുക. ഹേബിയസ് കോർപ്പസ് ആരും മറക്കില്ല. ഒരുപാട് സിനിമകളിൽ നമ്മളിത് കണ്ടിട്ടുണ്ട്. എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു സിനിമ ഞാൻ പറയാം, ദൃശ്യം സിനിമയിൽ ഈ പറയുന്ന ഹേബിയസ് കോർപ്പസിനെ പറ്റി കാര്യമായിട്ട് പറയുന്നുണ്ട്. ഹേബിയസ് കോർപ്പസ് എത്രയോ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. മമ്മൂക്കേൻ്റെ ഒരു ഡയലോഗ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോട്ട് ചെയ്യുക, ടു ഹാവ് ദ ബോഡി. എല്ലാവർക്കും അറിയാം, ശരീരം ഹാജരാക്കുക, ഒരു വ്യക്തിയുടെ ശരീരം ഹാജരാക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ അന്യായമായിട്ട് പിടിച്ചു വച്ചിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ ഹാജരാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ കൊടുക്കാൻ കഴിയുന്ന, കോടതിയിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു സാധനം, കോടതിക്ക് അതിൽ ന്യായമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പറയാം ആ വ്യക്തിയെ റിലീസ് ചെയ്യുക. ശ്രദ്ധിച്ചേ, പ്രൊട്ടക്ട് ഇൻഡിവിജ്വൽസ് ഫ്രം ഇല്ലീഗൽ ഡിറ്റൻഷൻ. നിയമപരമായിട്ടല്ല കേട്ടോ, നിയമത്തിന് വിധേയമായിട്ട് നമ്മൾ അറസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് റിലീസ് ചെയ്യാമെന്ന് പറയാൻ പറ്റുമോ? ആ ഏർപ്പാട് പറ്റില്ല. അങ്ങനെയല്ല, നിയമത്തിന് വെളിയിൽ, അതിപ്പോൾ പോലീസാകട്ടെ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളാകട്ടെ നമ്മളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് നിൽക്കട്ടെ, അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മളെ റിലീസ് ചെയ്യണമെന്ന് കോടതിക്ക് പറയാൻ സാധിക്കും. നോട്ട് ചെയ്യുക, ഇറ്റ് ഈസ് ഇഷ്യൂഡ് ടു എനി പബ്ലിക് അതോറിറ്റി. പോലീസ് ഒരു ഉദാഹരണമല്ലേ, പബ്ലിക് അതോറിറ്റി അല്ലേ. അപ്പോൾ പോലീസ് അന്യായമായിട്ട് പിടിച്ചു വെച്ചിരിക്കുന്നു, നമുക്ക് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാം. അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ, ഒരു സ്വകാര്യ വ്യക്തി നിങ്ങളെ
നിങ്ങളുടെ വീട്ടിൽ ഒരു അതിർത്തി തർക്കം നടക്കുന്നു. ഓക്കെ, അപ്പോൾ അയൽക്കാരൻ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നു, നിങ്ങളെ വെച്ച് വില പേശിയിട്ട് അതിർത്തിയുടെ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ, ഞാൻ നടക്കാതിരിക്കട്ടെ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ആ വ്യക്തിയുടെ പേരിൽ ഈ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാം. മനസ്സിലാക്കുക, ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് വ്യക്തികൾക്കെതിരെയും ഫയൽ ചെയ്യാൻ പറ്റും. ഇത് നോട്ട് ചെയ്യണം. കാരണം മറ്റുള്ള റിട്ടുകളിൽ ഈ ഒരു പ്രൊവിഷൻ ഇല്ല. സ്വകാര്യ വ്യക്തികൾക്കെതിരെ ഒരു പബ്ലിക് സ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വ്യക്തി SI ആയി കഴിഞ്ഞാൽ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തിക്കെതിരെയല്ല, ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്കെതിരെ പരാതി കൊടുക്കുന്നത്. നമ്മളിവിടെ പറയുന്നത് ഒരു സ്വകാര്യ വ്യക്തിയാണ്, അതായത് പബ്ലിക് അതോറിറ്റി അല്ല, സ്റ്റേറ്റുമായിട്ട് കണക്റ്റഡ് അല്ല, സ്വകാര്യ വ്യക്തിക്കെതിരെ നമുക്ക് കൊടുക്കാവുന്ന ഒരു റിട്ടവകാശമാണിത് ഹേബിയസ് കോർപ്പസ്. നോട്ട് ഇഫ്, ഏതൊക്കെ സാഹചര്യങ്ങളിൽ നടക്കില്ല. ഇഫ് ദ ഡിറ്റൻഷൻ ഈസ് ലോഫുൾ, നിയമപരമായിട്ടാണ് നിങ്ങളെ കസ്റ്റഡിയിൽ എടുത്ത് വെച്ചിട്ടുള്ളതെങ്കിൽ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഗോവിന്ദചാമിനെ കോടതിയാണ് വിധിച്ചത് ജീവപര്യന്തം കിടക്കട്ടെ, വധശിക്ഷ കുറച്ച് ജീവപര്യന്തം കിടക്കട്ടെ എന്ന് പറഞ്ഞു. മൂപ്പര് ഹേബിയസ് കോർപ്പസ് പാസ്സാക്കി, ഹേബിയസ് കോർപ്പസിനുള്ള പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല, കാരണം നിയമപരമാണ്. അതുകൊണ്ടാണ് അത് കൊടുക്കാൻ മൂപ്പര് കൂട്ടാക്കാതെ മൂപ്പര് സ്വയം ജയിലിൽ ആടിയത്. കേട്ടോ, ഡിറ്റൻഷൻ ഡ്യൂ ടു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, കോടതി ലക്ഷ്യത്തിന് നിങ്ങൾ ശിക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എൻ്റെ ശരീരം ഒന്ന് റിലീസ് ചെയ്യണം? അപ്പോൾ കോടതി പറയുന്നു എന്തിനാ? കോടതി ലക്ഷ്യത്തിന് വേണ്ടി. കോടതി പണി നോക്കാൻ പറയില്ലേ? അടുത്തത് ഡിറ്റൻഷൻ ഓർഡേർഡ് ബൈ എ കോമ്പീറ്റന്റ് കോർട്ട്, അതായത് നിയമപ്രകാരം നിങ്ങൾ 7 വർഷം 5 വർഷം 3 വർഷം 6 മാസം ജയിലിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി വന്നിട്ട് അയാളെ റിലീസ് ചെയ്യണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഈ ചിത്രം നോക്കുക. ഇല്ലീഗലി നിങ്ങളെ ഡീറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്വക്കേറ്റിന് റിലീസ് ചെയ്യാനായിട്ട് പറയാം. അത് പബ്ലിക് അതോറിറ്റീസിനെതിരെയും സാധിക്കും, പ്രൈവറ്റ് അതോറിറ്റീസിനെതിരെയും സാധിക്കും. ആ പോയിന്റ് മറക്കരുത്. പബ്ലിക് പ്രൈവറ്റ് അതോറിറ്റീസിനെതിരെ സാധിക്കും. ഓക്കെ, അപ്പൊ ഹേബിയസ് കോർപ്പസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഹേബിയസ് കോർപ്പസിൽ ഇനി ഡൗട്ട് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ക്വോ വാറണ്ടോ. എന്താണ് ക്വോ വാറണ്ടോ? അപ്പൊ ഈ ഗ്രീക്ക് ലാറ്റിൻ ഭാഷകളുടെ ഇൻഫ്ലുവൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. ക്വോ വാറണ്ടോ. ഞാനിത് എല്ലാ ക്ലാസ്സിലും പറയുന്ന ഉദാഹരണം, നിങ്ങൾ നടന്നു പോവാണ്, അപ്പോൾ ഒരു ബൊളേറോ വന്ന് നിൽക്കുന്നു. ബൊളേറോ എന്ന് പറയുമ്പോൾ പോലീസ് വണ്ടിയാണ്, പക്ഷേ അതിൽ പോലീസിൻ്റെ ചിഹ്നമൊന്നുമില്ല. അവർ പറയുന്നത് ഞങ്ങൾ മഫ്തിയിലുള്ള പോലീസാണ്, ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ്? അപ്പോൾ യൂഷ്വലി അവർ പറയും അത് സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. നിങ്ങൾ യൂഷ്വലി എന്ത് ചോദിക്കും? വാറണ്ട് ഉണ്ടോ? എന്നെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് ഉണ്ടോ? കളർ ഡ്രസ് ഇട്ട് വന്നിട്ട് നമ്മൾ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടി കയറി പോകരുത്, നമ്മൾ വാറണ്ട് ഇരിക്കണം. വാറണ്ട് എന്ന് വെച്ചാൽ എന്താണ്? കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള, അതായത് അതോറിറ്റി ഉള്ള ഒരു കോടതി നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ഒരു ഓർഡറാണിത്. അപ്പോൾ വാറണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ അതോറിറ്റി ഒന്ന് നോക്കട്ടെ, ID കാർഡ് ഒന്ന് കാണിച്ചേ എന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നേ. അതോറിറ്റി ചെക്ക് ചെയ്യുകയല്ലേ. അപ്പോൾ മനസ്സിലാക്കുക, വാറണ്ടോ ക്വോ വാറണ്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ അതോറിറ്റിയാണ് ചോദിക്കുന്നത്. ക്വോ വാറണ്ടോ, വാറണ്ട് ഉണ്ടോ, എന്താണ് നിങ്ങളുടെ അതോറിറ്റി? വാട്ട് ഈസ് യുവർ അതോറിറ്റി? അതായത് ഒരു വ്യക്തി ഒരു പബ്ലിക് ഓഫീസ് ഒക്യുപ്പൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ഓഫീസിലേക്ക് ഒരു വ്യക്തി എത്തണമെങ്കിൽ ഇന്ന ക്വാളിഫിക്കേഷൻസ് വേണം. ഇപ്പോൾ SSC, RRB, UPSC, PSC പരീക്ഷ എഴുതി നിങ്ങൾ പബ്ലിക് ഓഫീസ് ഒക്യുപ്പൈ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ പിൻവാതിൽ നിയമനം അല്ലെങ്കിൽ ആശ്രിത നിയമനം, ബന്ധു നിയമനം എന്നൊക്കെ പറഞ്ഞ് വേറെ ഏർപ്പാടുകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, അതിനെ നമ്മൾ ചലഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ ഇന്ന ക്രൈറ്റീരിയ വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ ആ സ്ഥാനത്തേക്ക് എത്താനായിട്ട് ശ്രമിക്കുമ്പോൾ മറ്റൊരു വ്യക്തി ഇതൊന്നുമില്ലാതെ ഒരു മന്ത്രിയുടെയോ അല്ലെങ്കിൽ MLA-യുടെയോ അല്ലെങ്കിൽ MP-യുടെയോ ഒക്കെ ഒരു ശുപാർശ കത്തുമായിട്ട് ആ സ്ഥാനത്തേക്ക് എത്തുന്നു. അപ്പൊ നിങ്ങൾക്ക് പറയാം ബൈ വാട്ട് അതോറിറ്റി, എന്താണ് ആ സ്ഥാനത്തിരിക്കാനുള്ള നിങ്ങളുടെ അവകാശം? അതായത് ക്വോ വാറണ്ടോ എന്ന് പറയുന്നത് ഇറ്റ് പ്രിവെന്റ്സ് ഇല്ലീഗൽ ഒക്യുപ്പേഷൻ ഓഫ് പബ്ലിക് ഓഫീസ് ബൈ എ പേഴ്സൺ നോട്ട് എൻടൈറ്റിൽഡ് ടു ഹോൾഡ് ഇറ്റ്. അതായത് ഒരു ഗവൺമെന്റ് ഓഫീസിൽ ഒരു ചങ്ങാതി ഇരിക്കുന്നു, എന്നാൽ ആ ചങ്ങാതി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല, അതിനെതിരെ നമുക്ക് ക്വോ വാറണ്ടോ ഫയൽ ചെയ്യാം. അയാൾ കഥ എഴുതുകയാണ് സിനിമയിൽ, രണ്ടുപേരും ഒരു ഓഫീസ് ഒക്യുപ്പൈ ചെയ്യാൻ വരുന്നില്ലേ, നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ തമാശ കണ്ടില്ലേ. അപ്പൊ അതുപോലെയാണ്, രണ്ടിലൊരാൾക്ക് യോഗ്യതയില്ല, അത് ആരാണെന്നുള്ളത് തിരിച്ചറിയുക. അതിനെന്ത് സഹായിക്കും? ക്വോ വാറണ്ട് സഹായിക്കും. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ടു എനി പേഴ്സൺ റോങ്ലി ഓക്യുപ്പൈങ് എ സബ്സ്റ്റാൻറ്റീവ് പബ്ലിക് ഓഫീസ്. പ്രാധാന്യമുള്ള ഗവൺമെന്റ് ഓഫീസ് ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നമുക്ക് ഈ ഒരു സാധനം കൊടുക്കാൻ സാധിക്കുള്ളൂ. വാട്ട് ഈസ് യുവർ അതോറിറ്റി? ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, നോട്ട് ഇഫ് ഇറ്റ് ഈസ് എ പ്രൈവറ്റ് ഓഫീസ്, നോട്ട് ഇഫ് ഇറ്റ് ഈസ് മിനിസ്റ്റീരിയൽ ഓഫീസസ്. പല മന്ത്രിമാരും, കേന്ദ്രമാകട്ടെ സംസ്ഥാനമാകട്ടെ, അവരുടെ വായിൽ നിന്നൊക്കെ ഓരോന്ന് വരുന്ന കാണുമ്പോൾ വകുപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നും യാതൊരു വിവരമില്ലെന്നും നമുക്ക് മനസ്സിലാകും.
പക്ഷേ നമുക്ക് അവർക്കെതിരെ quo വാറണ്ടോ കൊണ്ടുവന്നിട്ട് പുറത്താക്കാൻ സാധിക്കുമോ? ഇല്ല. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകതയാണ്. സ്ഥാനത്തിരിക്കുന്ന എല്ലാവർക്കും ക്വാളിറ്റി വേണമെന്നില്ല. അപ്പോൾ മന്ത്രിമാരോട് യോഗ്യത ചെക്ക് ചെയ്യാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് quo വാറണ്ടോകൾ കോടതി ഉപയോഗിക്കേണ്ടി വരും. അത് പോസിബിൾ അല്ല. അടുത്തത് പ്രൈവറ്റ് ഓഫീസേഴ്സ്. അതായത് ഒരു വ്യക്തി സ്വന്തമായിട്ടൊരു കമ്പനി നടത്തുകയാണ്. ഓക്കെ, ABC പ്രൈവറ്റ് ലിമിറ്റഡ്. ആ ചങ്ങായുടെ കാലത്തിന് ശേഷം ആ ചങ്ങായുടെ മകനെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാം. മകനാണ് യാതൊരു ബോധവുമില്ല. നിങ്ങൾക്ക് ആ സ്ഥാനത്തിരിക്കാൻ കുറെ കൂടെ യോഗ്യത ഉണ്ട്. നിങ്ങൾ പോയിട്ട് പറയുകയാണ്, കോടതി അയാൾക്ക് യോഗ്യതയില്ല, എനിക്ക് യോഗ്യതയുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒരു quo വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ട് എനിക്ക് ആ സ്ഥാനം തരാമോ? നടക്കില്ല. കാരണം ഇറ്റ് കാനോട്ട് ബി ഇഷ്യൂഡ് അഗെയിൻസ്റ്റ് പ്രൈവറ്റ് ഓഫീസ്. അപ്പോൾ അത് ലോജിക്കലാണ്, മനസ്സിലാക്കുക, അത് ലോജിക്കലാണ്. quo വാറണ്ടോ എന്ന് പറയുന്നത് പബ്ലിക് ഓഫീസ് ഒക്യുപ്പൈ ചെയ്യുന്ന വ്യക്തിയോട് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്താണ് ആ സ്ഥാനത്തിരിക്കാനുള്ള നിങ്ങളുടെ അതോറിറ്റി, ക്വാളിറ്റി എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അത് പ്രൈവറ്റ് ഓഫീസുകൾക്കെതിരെയോ ഈവൻ പബ്ലിക് ഓഫീസിലെ മിനിസ്റ്റീരിയൽ പൊസിഷനെതിരെയോ പോസിബിൾ അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഗവർണർ പൊസിഷൻ ആകട്ടെ അല്ലെങ്കിൽ പ്രസിഡന്റ് പൊസിഷൻ ആകട്ടെ, ഇപ്പൊ ഗവർണർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെടുന്നല്ല, അപ്പോയിന്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഈ ഗവർണർ എന്താ ഇങ്ങനെ കളിക്കണേ എന്ന് നമുക്ക് തോന്നും. പക്ഷെ നമുക്ക് quo വാറണ്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൂടെ മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, അടുത്തതാണ് മാൻഡമസ്. കാണാതെ പഠിക്കണ്ട. മാൻഡ് എന്ന് പറയുമ്പോൾ കമാൻഡ് എന്ന് ഓർക്കാലോ. എന്താ കമാൻഡിൽ ഒരു മാൻഡ് അല്ലേ? മാൻഡമസ് എന്ന് പറയുമ്പോൾ കമാൻഡ്. ഞങ്ങൾ ആജ്ഞാപിക്കുകയാണ്, ഞങ്ങൾ നിർദ്ദേശിക്കുകയാണ്. വി കമാൻഡ്. എന്താ കമാൻഡ് ചെയ്യുന്നേ? എ പബ്ലിക് ഒഫീഷ്യൽ ടു പെർഫോം എ ഡ്യൂട്ടി ദേ ഹാവ് ഫെയിൽഡ് ടു ഫുൾഫിൽ. ഇതും ആർക്കെതിരെയാണ്? ഇതും ഒരു പബ്ലിക് ഒഫീഷ്യൽസിനെതിരെയാണ്. അതായത് നിങ്ങളൊരു സ്ഥാനത്തിരിക്കുമ്പോൾ, തഹസിൽദാർ ആകട്ടെ അല്ലെങ്കിൽ നിങ്ങളൊരു പോലീസ് ഓഫീസർ ആകട്ടെ, ആ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന ചില ഡ്യൂട്ടി ഉണ്ട്. നിങ്ങൾ ABC ആരുമാകട്ടെ, ആ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് യു ആർ സപ്പോസ് ടു ഡു ഇറ്റ്. അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ, അതായത് ഇവിടെ പറയുന്നൊരു ഉദാഹരണം ശ്രദ്ധിക്കുക. നിങ്ങൾക്കെതിരെ ഒരു ആക്രമണം നടന്നു, നിങ്ങൾ പോലീസിൽ പോയി. അപ്പോൾ ഈ അടുത്ത് പോലീസൊക്കെ വാർത്തയിൽ നിറഞ്ഞൊക്കെയാണ്, ആളുകളെ സ്റ്റേഷനിൽ കയറ്റി ഇടിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇടിക്കാത്ത പോലീസ് അവർ കേസ് കൊടുക്കുന്നില്ല എന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഒരാൾക്കെതിരെ പരാതി കൊടുക്കുകയാണ്. അയാൾ സമൂഹത്തിൽ ഉന്നതനാണ്, പിടിപാടുള്ള വ്യക്തിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. പോലീസിൽ പോകുമ്പോൾ അവർ ആ ഒരു പരാതി എടുക്കുന്നില്ല, പരാതി സ്വീകരിക്കാൻ സൗകര്യമില്ല എന്നവർ പറഞ്ഞാൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം. എന്നിട്ട് പറഞ്ഞു, യുവർ ഓണർ, നിങ്ങൾ ദയവ് ചെയ്ത് മാൻഡമസ് ഇഷ്യൂ ചെയ്യുക. കാരണം ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആ സ്ഥാനത്തിരിക്കുന്നത് അയാളുടെ ഡ്യൂട്ടിയാണ് ഞാൻ കൊടുക്കുന്ന പരാതി നോക്കണം എന്നുള്ളത്. അയാളുടെ പരാതി സ്വീകരിക്കുന്നില്ല. അപ്പോൾ കോടതിക്ക് അതിൽ ന്യായം തോന്നിക്കഴിഞ്ഞാൽ കോടതിയെ അവർ വിലയ്ക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ കോടതി പറയും, ഏട്ടാ കേസ് എടുക്കണം. കേട്ടോ? ക്ലിയർ ആണോ? സോ റിട്ട് ഓഫ് മാൻഡമസ് cannot be granted against private individuals. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഗവൺമെന്റ് ഒഫീഷ്യൽസ്, പബ്ലിക് കോർപ്പറേഷൻസ്, ട്രൈബ്യൂണലുകൾ, ക്വാസി ജുഡീഷ്യൽ ബോഡീസ് ആണ് ട്രൈബ്യൂണൽ, ഒരു ജുഡീഷ്യൽ സ്വഭാവമുള്ള സാധനമാണ്. അല്ലെങ്കിൽ ലോവർ കോടതികൾ, ഇവരോടൊക്കെ പറയാൻ സാധിക്കുള്ളൂ നിങ്ങൾ പണിയെടുക്കുക. അല്ലാതെ സ്വകാര്യ വ്യക്തികളോട് പറയാൻ സാധിക്കുമോ? നമ്മുടെ നാട്ടിൽ എത്രയോ ചേട്ടന്മാരുണ്ട് ചുമ്മാ ഇരിക്കുന്നത്, വെറുതെ ചായക്കടയിൽ വന്നിരിക്കുക, നമ്മൾ ഉപദേശിക്കുക. നമ്മൾ ലാലേട്ടൻ സിനിമയിൽ കണ്ടിട്ടില്ലേ, ഉപദേശിക്കാൻ എന്ത് എളുപ്പമല്ലേ, ഒരു 100 രൂപ നോക്കുമ്പോൾ ഇല്ലാന്ന് അറിയില്ലേ. അപ്പോൾ അവരോടൊക്കെ കോടതിക്ക് പറയാൻ പറ്റുമോ? ചുമ്മാ ഇരിക്കല്ലേ, പോയി പണിയെടുത്ത് കുടുംബം നോക്ക്, ഉത്തരവാദിത്തല്ലേ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എത്ര ആയിരം മാൻഡമസ് നമ്മൾ ഇഷ്യൂ ചെയ്യണം? മനസ്സിലാക്കുക, മാൻഡമസ് വി കമാൻഡ് എന്ന് പറയുന്ന സാധനം cannot be issued against private individuals അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ വലിയ പൊസിഷൻസ്. ഏതാ? പ്രസിഡന്റ്, ഗവർണർ പോലുള്ള പൊസിഷൻസിനോട് നിങ്ങൾ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ പൊളിറ്റിക്കൽ ഓഫീസിലും ചില എക്സെപ്ഷൻസ് ഉണ്ട്. നേരത്തെ മിനിസ്റ്റീരിയൽ ഓഫീസ് നമ്മൾ കണ്ടു, ഇവിടെ പ്രസിഡന്റ്, ഗവർണർ ഓഫീസാണ്. ഇപ്പോൾ നിങ്ങളുടെ ജോലി എന്താ? നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ കണ്ട് കൃത്യമായിട്ട് ടൈം ടേബിൾ വച്ചിരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പഠിക്കുന്നില്ല എന്നിരിക്കട്ടെ, അപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും കോടതി പോയിട്ട് പറയാൻ പറ്റുമോ, എൻ്റെ പൊന്ന് കോടതി ഒരു മാൻഡമസ് ഇഷ്യൂ ചെയ്യും, ചെക്കൻ അല്ലെങ്കിൽ മോളിരുന്ന് പഠിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. മനസ്സിലായല്ലോ? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സൈലത്തിൻ്റെ റെഗുലർ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ SSC സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിരൻ്റ് ആണെങ്കിൽ, നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സാണ് നോക്കുന്നെങ്കിൽ 1 വർഷം വാലിഡിറ്റി ഉള്ള ക്ലാസ്സുകളാണ് സൈലം ഈ ഒരു റെഗുലർ ബാച്ചിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടില്ല. ക്ലാസ്സുകൾ സെപ്റ്റംബർ 25-നാണ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ ആ 1 വർഷം വാലിഡിറ്റി ഉള്ള ക്ലാസ്സുകളിൽ 500-ലധികം ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും. ഈ ക്ലാസ്സുകൾ ഒരു ദിവസം 2 മണിക്കൂർ വഴിയാണ് പോകുന്നത്. ഒരാഴ്ചയിൽ 6 ദിവസത്തോളം ക്ലാസ്സുകൾ ഉണ്ടാകും. റിവിഷനും സമയം ഉണ്ടാകും. അപ്പോൾ ജെറിമാഷ് നയിക്കുന്ന ഈ ഒരു ടീമിൽ നമ്മളെല്ലാവരും ഉണ്ടാകും. ഫാക്കൽറ്റീനെ എല്ലാവരും നിങ്ങൾക്കറിയാലോ, കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ ഈ യൂട്യൂബിലൂടെയൊക്കെ നമ്മൾ കാണുന്നല്ലേ. അപ്പോൾ വീട്ടുകാരെ കൊണ്ട് കഷ്ടപ്പെട്ട് മാൻഡമസ് ഇഷ്യൂ ചെയ്യിപ്പിക്കരുത്. പഠിക്കാനാണ് ഉദ്ദേശമെങ്കിൽ
നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരോട് അന്വേഷിക്കാം സൈലത്തിൻ്റെ ക്ലാസ്സുകൾ എങ്ങനെയുണ്ടെന്ന്. പോസിറ്റീവ് റിവ്യൂ കിട്ടുമെന്നൊരു ഉറപ്പുള്ളതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം, നല്ലപോലെ ഇരുന്ന് ഉഷാറായിട്ട് പഠിക്കാം. ഓക്കെ, യെസ്, കണ്ടിന്യൂ ചെയ്യാം. ഇനി SSC RRB പരീക്ഷകളെ പറ്റിയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും കിട്ടാനായിട്ട് സൈലം SSC RRB യുടെ ഈ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ഉണ്ടാകും, അതുപോലെ ക്വിസുകൾ, പോളുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ ഒരു ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ അവൈലബിൾ ആണ്. ഇനി GKയിലേക്ക് മാത്രം വരുമ്പോൾ നിങ്ങൾക്ക് GKയുടെ ലിങ്കാണ് വേണ്ടതെങ്കിൽ, ഇപ്പോൾ ഞാനീ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിലൊക്കെ നോട്ടുകളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് GK സിംപ്ലിഫൈഡ് എന്ന് പറയുന്ന നമ്മുടെ GK ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. GK സിംപ്ലിഫൈഡ് കേട്ടോ. അപ്പോൾ ഓരോരോ സബ്ജക്റ്റിനും ഓരോരോ ഗ്രൂപ്പുകളുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. ആക്റ്റീവായിട്ട് ആ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം, വൃത്തിക്കിരുന്ന് പഠിക്കാം, അടിപൊളിയായിട്ട് എത്രയും പെട്ടെന്നൊരു ജോലി മേടിക്കാം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പ്രൊഹിബിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? ചിലപ്പോൾ പറയില്ലേ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയില്ലേ. പ്രൊഹിബിഷനും അതുപോലെയാണ്. പ്രൊഹിബിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ വേണ്ട, ഫോർബിഡ് ചെയ്യുക എന്നർത്ഥം. വേണ്ട, അങ്ങനെ ചെയ്യരുത്. ഒന്ന് ശ്രദ്ധിച്ചേ. പ്രൊഹിബിഷൻ എന്ന് വെച്ചാൽ എന്താണ്? പ്രിവെൻസ് ലോവർ കോർട്സ് ഓർ ട്രൈബ്യൂണൽസ് ഫ്രം എക്സീഡിങ് ദെയർ ജുറിസ്ഡിക്ഷൻ ഓർ ആക്ടിങ് ഇല്ലീഗലി. അതായത് നമുക്കറിയാം, നിലവിൽ റിട്ടവകാശം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുള്ളൂ. ഹൈക്കോടതിയുടെ താഴെ ഇരിക്കുന്ന ജില്ലാ കോടതികളാകട്ടെ, മറ്റുള്ള ട്രൈബ്യൂണലുകളാകട്ടെ, അവരൊരു കേസ് എടുത്തു. പക്ഷെ ആ കേസ് എടുക്കാൻ അല്ലെങ്കിൽ ആ കേസിൽ വിധി പറയാനുള്ള ആ ഒരു അധികാരം അവർക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് കീഴ്ക്കോടതികളാകട്ടെ, ട്രൈബ്യൂണലുകളാകട്ടെ, അവരൊരു കേസിനെ എടുക്കുകയാണ് അല്ലെങ്കിൽ എടുക്കാൻ പോവുകയാണ്. എന്നാൽ ആ കേസിനെ എടുക്കാനോ പഠിക്കാനോ വിധി പറയാനുള്ള അവകാശം, ജുറിസ്ഡിക്ഷൻ അവർക്കില്ലെങ്കിൽ അവരത് ചെയ്യുന്ന ആക്ടിവിറ്റി ഇല്ലീഗലായിരിക്കും. അപ്പോൾ വിധി പറയുന്നതിന് മുൻപ് അവരോട് വേണ്ട, അത് ചെയ്യരുത്, പ്രൊഹിബിറ്റ് ചെയ്യുന്ന, ഫോർബിഡ് ചെയ്യുന്ന സാധനമാണ് പ്രൊഹിബിഷൻ. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ലോവർ കോർട്ട് പറയുകയാണ്, ബൈ ലിസണിങ് ടു ഓൾ ദ ഫാക്ട്സ് ആൻഡ് ആർഗ്യുമെന്റ്സ്. അവരുടെ മുമ്പിലേക്ക് വന്ന കേസിനെ പറ്റി അവരിങ്ങനെ ആലോചിച്ച് പറയാൻ പോവുകയാണ്. അപ്പോൾ തന്നെ കോടതി പറയും, ഞങ്ങൾ പ്രൊഹിബിഷൻ ഉപയോഗിക്കുന്നു. കാരണം നിങ്ങൾക്ക് ഈ ഒരു കേസ് വാദിക്കാനുള്ള ഒരു അതോറിറ്റി ഇല്ല. ക്ലിയർ ആണോ? അപ്പൊ ഇത് ആർക്കൊക്കെ എതിരെ ഇഷ്യൂ ചെയ്യാം? ഇത് ആകെ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത് ലോവർ കോടതികൾക്കെതിരെ മാത്രമാണ്. നിങ്ങൾ നോക്കി, ഏതെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി, ഗവൺമെന്റ് ബോഡി, അല്ലെങ്കിൽ ഏതെങ്കിലും ലെജിസ്ലേറ്റീവ് ബോഡി, നിയമസഭ, ലോക്സഭ, രാജ്യസഭ, അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾ, ഇവർക്കെതിരെ പറയാൻ സാധിക്കുമോ നിങ്ങൾക്കെതിരെ അതോറിറ്റി ഇല്ലാന്ന്? നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 50 പ്രോപ്പറായിട്ട് പറയുന്നത് സെപ്പറേഷൻ ഓഫ് പവർ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സ്ട്രിക്റ്റ് ആയിട്ട് അല്ലെങ്കിലും സെപ്പറേഷൻ ഓഫ് പവർ, സെപ്പറേഷൻ ഓഫ് ഫംഗ്ഷൻസ് ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ജുഡീഷ്യറി പാർലമെന്റിനോട് പറയുകയാണ്, അത് ചെയ്യരുത്, ഇത് ചെയ്യണം, ഇത് ചെയ്യരുത്, അത് ചെയ്യണം. അങ്ങനെ അനാവശ്യമായിട്ട് അവർക്ക് പറയാൻ സാധിക്കില്ല. ആവശ്യത്തിന് ചില സമയത്ത് പറയാറുണ്ട്. ആർട്ടിക്കിൾ 142 ഉപയോഗമൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. എന്നാൽ അനാവശ്യമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഡെമോക്രസിക്ക് നല്ലതല്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇടപെടലുകൾ ശരിയല്ലേ? അപ്പോൾ മനസ്സിലാക്കുക, പ്രൊഹിബിഷൻ, നിങ്ങൾക്ക് അതോറിറ്റി ഇല്ല എന്ന് ജുഡീഷ്യറിക്ക് പറയാൻ സാധിക്കുന്നത് ജുഡീഷ്യൽ അതോറിറ്റീസിനോട് മാത്രമാണ്. കീഴ്ക്കോടതികളോടോ ട്രൈബ്യൂണലുകളോടോ മാത്രമാണ്. ലെജിസ്ലേറ്റീവ് ബോഡീസിനോടോ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസിനോടോ സ്വകാര്യ വ്യക്തികളോടോ സ്ഥാപനങ്ങളോടോ പറയാൻ സാധിക്കില്ല. പ്രൊഹിബിഷൻ. ക്ലിയർ ആണേ? ക്ലിയർ. അടുത്തതാണ് സെർഷ്യോററി. അപ്പൊ ഞാനിത് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഞാൻ എല്ലാവരോടും പറയും, പ്രൊണൗൺസിയേഷൻ തെറ്റിച്ച് സെർട്ടിയോറാറി എന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. സെർട്ടിയോറാറി. പക്ഷെ അത് ആക്ച്വലി അത് ഹെൽപ്പ് ചെയ്തു. കാരണം സെർട്ടിയോറാറി എന്ന് പറയുമ്പോൾ സെർട്ടി ഉണ്ട്. സെർട്ടി എന്ന് വെച്ചാൽ എന്താ? സർട്ടിഫിക്കറ്റ്. അതായത് നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ എന്താ? എന്തോ ഒരു സാധനം ചെയ്തു, ആ സാധനം കോമ്പീറ്റന്റ് ആയിട്ടൊരു അതോറിറ്റി പഠിച്ചിട്ട് അതിൽ ഒപ്പിട്ട് തരുന്നു, ഇത് അടിപൊളിയാണ് കേട്ടോ എന്ന് പറയുമ്പോഴേ അതൊരു സർട്ടിഫിക്കറ്റ് ആകുന്നേ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ സെർട്ടി എന്ന് പറയുമ്പോൾ ടു ബി സർട്ടിഫൈഡ്. എന്തോ ഒന്ന് ചെയ്തു, അത് കൃത്യമാണോ അല്ലയോ എന്ന് ഞാൻ സർട്ടിഫൈ ചെയ്യാൻ പോവുകയാണ്. ആരാണ് ചെയ്തത്, ആരാണ് സർട്ടിഫൈ ചെയ്യാൻ പോകുന്നത്, അത്രേ അറിഞ്ഞാൽ മതി. ശ്രദ്ധിക്കുക, ട്രാൻസ്ഫേഴ്സ് എ കേസ് ഓർ ക്വാഷസ് ആൻ ഇല്ലീഗൽ ഓർ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഓഫ് എ ലോവർ കോർട്ട് ഓർ ട്രൈബ്യൂണൽ. നമ്മൾ പ്രൊഹിബിഷനിൽ പറഞ്ഞില്ലേ, അവരൊരു കേസ് എടുക്കുമ്പോഴത്തേക്കും അവരോട് പറയുകയാണ്, യു ഡോണ്ട് ഹാവ് ദ അതോറിറ്റി, അത് എടുക്കരുത്. അത് പ്രിവെൻഷൻ ആണ്. കാര്യമൊക്കെ നടക്കുന്നതിന് മുമ്പാ ഓൾറെഡി ഒരു കോടതി ആ കേസ് എടുത്ത് അതിലൊരു വിധി പറഞ്ഞു എന്നിരിക്കട്ടെ, ഓക്കെ. അതായത് അതോറിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ അധികാരപരിമിതിയിൽ വരാത്ത ഒരു വിഷയത്തിൽ ലോവർ കോടതിയോ ട്രൈബ്യൂണലോ വിധി പറഞ്ഞു എന്നിരിക്കട്ടെ, അവിടെ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ കേസ് ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. തൃശ്ശൂർ ഞാൻ ഇങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞല്ലേ, അതുപോലെ ആ കേസ് ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഉദാഹരണം, ഈ ചേട്ടനോട് കോടതി പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ലൈഫ് ടൈം ഇംപ്രിസൺമെന്റ് തരുന്നു, ജീവപര്യന്തം കിടക്കുക. ലോവർ കോടതിയാണ് പറയുന്നത്. അപ്പോൾ
ഹയർ കോടതി, സുപ്രീം കോടതി ആകട്ടെ ആർട്ടിക്കിൾ 32, ഹൈക്കോടതി ആകട്ടെ ആർട്ടിക്കിൾ 226. അവർ പറയുന്നു നിങ്ങൾ ഓൾറെഡി വിധി പ്രസ്താവിച്ചു, സംഭവം ശരിയാണ്, പക്ഷെ ഞങ്ങൾ സെർട്ടിയോറാറി ഇഷ്യൂ ചെയ്യുന്നു. നിങ്ങളുടെ വിധിക്ക് ഞങ്ങളൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. സർട്ടിഫിക്കറ്റ് ഇതാണ്, നിങ്ങൾക്ക് ഇത് കൊണ്ടുവരാനുള്ള, ഈ വിധി പാസ്സാക്കാനുള്ള അതോറിറ്റി ഇല്ല, അതുകൊണ്ട് ആ കേസ് ഞങ്ങൾ ഇങ്ങോട്ട് എടുക്കുന്നു, ഇനി ഞങ്ങൾ വിധി പറഞ്ഞോളാം. ആ ഒരു വിധി അന്യായമാണെങ്കിൽ അതിനെ ക്വാഷ് ചെയ്യാം, റദ്ദാക്കാം. ക്വാഷ് ചെയ്യുക എന്ന് വെച്ചതാണ് റദ്ദാക്കി കളയുക എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി ആക്ഷൻ നടന്നു കഴിഞ്ഞ ആക്ഷനെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സെർഷ്യോറാറി എന്ന് ഓർക്കുക, അതാണ് ശരിയായിട്ടുള്ള പ്രൊണൗൺസിയേഷൻ കേട്ടോ. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇഷ്യൂ ടു ജുഡീഷ്യൽ ഓർ ക്വാസി ജുഡീഷ്യൽ ബോഡീസ്. പിന്നെ 1990-കളിലെ ഒരു സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിന് ശേഷം 1991 എൻ്റെ ഒരു ഓർമ്മ, അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിനെതിരെയും ഈ സാധനം കൊണ്ടുവരാം. അവരുടെ ചില ആക്ടിവിറ്റീസ്, അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ, പാസ്സാക്കുന്ന ചില വിധികൾ കോടതിക്ക് ചെക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, ചെക്ക് ചെയ്യുന്നതിന് മുന്നേ, അവരൊരു വിധി പറയുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ പറ്റുമോ? ഇല്ല. അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് മിസ്റ്റേക്ക് കാണിക്കാം. മിസ്റ്റേക്ക് കാണിച്ചു കഴിഞ്ഞാൽ സെർഷ്യോറാറി കൊണ്ടുവരാം. പക്ഷേ ഇറ്റ് ഈസ് വെരി റെയർ കേട്ടോ. യൂഷ്വലി കൊണ്ടുവരുന്നത് കീഴ്ക്കോടതികൾക്കെതിരെയാണ്. പ്രൊഹിബിഷൻ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിനെതിരെ പറ്റില്ല. നിങ്ങൾ തെറ്റ് ചെയ്യും എന്നവരോട് പറയാൻ സാധിക്കില്ല കേട്ടോ. നോട്ട് ഇഫ് ആർക്കെതിരെ പറ്റില്ല? ലെജിസ്ലേറ്റീവ് ബോഡീസ് അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾ. ക്ലിയർ ആണോ? മനസ്സിലാക്കുക, സ്വകാര്യ വ്യക്തികൾക്കെതിരെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഏക റിട്ട് നമ്മൾ ഇതുവരെ പഠിച്ചതിൽ ഹേബിയസ് കോർപ്പസ് ആണ്. ബാക്കിയുള്ള റിട്ടുകൾ ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ട്. ഓരോന്നും കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 5 റിട്ടുകളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും റിട്ട് ജൂറിസ്ഡിക്ഷനിൽ വരുന്ന വ്യത്യാസം കൂടെ പഠിച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇതുകൂടി ആകുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ഓക്കെ ആവും. ഓക്കെ, ഒന്നാമത്തെ ഡയമെൻഷൻ സ്കോപ്പ് ഓഫ് എൻഫോഴ്സ്മെന്റ്. വായിക്കുക. സുപ്രീം കോടതി റിട്ടാണെങ്കിൽ ഇറ്റ് ക്യാൻ ഇഷ്യൂ റിട്സ് ഓൺലി ഫോർ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേഷൻസ്. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ മാത്രമേ സുപ്രീം കോടതി, അതായത് ആർട്ടിക്കിൾ 32 കീഴിൽ അവർക്ക്, നമ്മളത് ഓൾറെഡി പറഞ്ഞാണ്, റിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇനി ആർട്ടിക്കിൾ 226 ആണെങ്കിലോ ഹൈക്കോടതി ആണെങ്കിലോ ക്യാൻ ഇഷ്യൂ റിട്സ് ഫോർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് അതർ ലീഗൽ റൈറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ വോട്ടവകാശം. റെഡി? അത് കമന്റ് ചെയ്യാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കമന്റ് ചെയ്യണം കേട്ടോ. അതായത് ഹൈക്കോടതിയിലെ റിട്ട് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ബ്രോഡർ ആണ്. മനസ്സിലാക്കുക, തെറ്റിക്കരുത്. ഹൈക്കോടതിയുടെ റിട്ടവകാശം എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് ബ്രോഡർ സ്കോപ്പ്. ആർട്ടിക്കിൾ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാക്കാം. റിട്ട് ജുറിസ്ഡിക്ഷൻ അണ്ടർ ആർട്ടിക്കിൾ 226. ഇറ്റ് ഹാസ് എ ബ്രോഡർ സ്കോപ്പ് ദാൻ റിട്ട് ജുറിസ്ഡിക്ഷൻ അണ്ടർ ആർട്ടിക്കിൾ 32. കറക്റ്റ് ആണ്. സുപ്രീം കോടതി വലുതാണ്, അതുകൊണ്ട് അതിനാണ് ബ്രോഡർ എന്ന് വിചാരിക്കട്ടോ. അതിന് ബ്രോഡർ ആയിട്ടൊരു സാധനമുണ്ട്, അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളുക. അതാണ് ടെറിട്ടോറിയൽ ജുറിസ്ഡിക്ഷൻ. ഒരു ഹൈക്കോടതി എന്ന് പറയുമ്പോൾ അതിന് ടെറിട്ടോറിയൽ ജുറിസ്ഡിക്ഷൻ, അധികാര പരിധി എന്ന് പറയുന്നത് ആ സംസ്ഥാനത്തിനകത്ത് മാത്രമല്ലേ. എന്നാൽ സുപ്രീം കോടതി എന്ന് പറയുമ്പോൾ അവർക്ക് രാജ്യത്തൊട്ടാകെ റിട്ടുകൾ കൊണ്ടുവരാൻ സാധിക്കില്ലേ. സോ ടെറിട്ടോറിയലി സ്പീക്കിംഗ്, നമ്മൾ അതിർത്തി വെച്ചിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ സുപ്രീം കോടതിക്ക് രാജ്യത്ത് എവിടെ വേണമെങ്കിലും ഇടപെടാനായിട്ട് സാധിക്കും. ഏത് കേസിന് വേണമെങ്കിലും ഇത് കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ കേസിന്റെ സ്വഭാവം വെച്ചിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ക്ലിയർ ആണോ? അടുത്തത് മൂന്നാമത്തെ പോയിന്റ് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് നമുക്കറിയാം, ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ മൗലികാവകാശമാണ് ഒരിക്കലും ലംഘിക്കപ്പെടരുത്. ആ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാലാണ് നിങ്ങൾ ആർട്ടിക്കിൾ 32 സുപ്രീം കോടതി പോകുന്നത്. അപ്പോൾ സുപ്രീം കോടതിക്ക് എന്ത് പറയാൻ സാധിക്കില്ല? ഇറ്റ് കനോട്ട് റിഫ്യൂസ് ടു എക്സസൈസ് ഇറ്റ് സിൻസ് യുവർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ഗെറ്റിംഗ് വയലേറ്റഡ്. നിങ്ങളുടെ മൗലികാവകാശങ്ങളാണ് നിങ്ങൾ ലംഘിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കോടതിയിലേക്ക് പോയിട്ട് അല്ലയോ കോടതി ആർട്ടിക്കിൾ 32 റിട്ട് കൊണ്ടുവരാമെന്നൊരു കോടതിക്ക് പോയി പിന്നെ വാ അല്ലെങ്കിൽ സൗകര്യമില്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം വയലേറ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. എന്നാൽ മാത്രമേ ആർട്ടിക്കിൾ 32 കീഴിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ അത് ഹൈക്കോടതിയുടെ കാര്യത്തിൽ മാൻഡേറ്ററി അല്ല, അത് ഡിസ്ക്രിഷണറി ആണ്. കാരണം ഹൈക്കോടതിയുടെ കേസിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ലോജിക്കലി 100% കറക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ലീഗൽ റൈറ്റുകളുടെ കേസിലും പോവാം. മൗലികാവകാശങ്ങളിൽ അത്ര പ്രാധാന്യമില്ലാത്ത അവകാശങ്ങളാണ് ലീഗൽ റൈറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിക്ക് വേണമെങ്കിൽ റിഫ്യൂസ് ചെയ്യാം. ഹൈക്കോർട്ട്സ് മേ റിഫ്യൂസ്. അപ്പോൾ നിങ്ങൾ കേൾക്കുകയാണ്,
ഞാൻ കോടതിയിൽ പോയി, കോടതി റിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് റിഫ്യൂസ് ചെയ്തെന്ന് പറയുമ്പോൾ അത് ഹൈക്കോടതി ആയിരിക്കും. സുപ്രീം കോടതി റിഫ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എന്താ? നിങ്ങൾ പോയിട്ടുള്ളത് മൗലികാവകാശ ലംഘനത്തിനല്ല. മൗലികാവകാശ ലംഘനവുമായിട്ട് ഒരു ഇന്ത്യൻ പൗരൻ സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 32 കീഴിൽ അത് റിഫ്യൂസ് ചെയ്യാൻ സുപ്രീം കോടതിക്ക് സാധിക്കില്ല. ഇത്രയും കാര്യങ്ങളാണ് റിട്ടനെ പറ്റി ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇതിന് പുറത്തേക്ക് റിട്ടനെ പറ്റി വേറെ ഒന്നും തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ഏരിയയിൽ കോംപ്രിഹെൻസീവായി നിങ്ങൾക്കൊരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കാം. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് റേഞ്ചിലുള്ള വീഡിയോ നമുക്ക് ചെയ്യാം. ആധികാരികമായിട്ട് തന്നെ ചെയ്യാം. ഇനി മുതൽ അങ്ങനെ പഠിക്കണം കേട്ടോ. ഇനി മുതൽ സർഫസ് ലെവലിലുള്ള പഠിത്തം കൊണ്ട് കാര്യമില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന CGL പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. എത്രയും പെട്ടെന്ന് ഇഷ്ടമുള്ളൊരു ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.